അതിനെ വല്ലാതെ ബേജാറായി നിൽക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇനി മോദിയോട് ഞാൻ ചോദിക്കട്ടെ, ഇതിലും വലിയ നിയമം കൊണ്ടുവന്ന് വഖഫിനെ നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. വഖഫ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതെങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നത് അവന്റെ പ്രശ്നമല്ല. അവൻ വഖഫ് ചെയ്യുന്നതോടെ അത് അവന്റെ പാരത്രിക ലോകത്തിന്റെ ഗുണമായി കണക്കു ചേർക്കപ്പെടും. പിന്നെ എന്ത്? അതല്ലേ ലക്ഷ്യം? അള്ളാഹുവിന്റെ പ്രീതിയല്ലേ ലക്ഷ്യം? അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയല്ലേ അത് ചെയ്യുന്നത്? എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ ഭയക്കുമെന്ന്? എന്തിനു ഭയക്കണം? ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ നിയമം നിലനിൽക്കേണ്ടതില്ല എന്ന്, അള്ളാഹുവിന്റെ നിയമത്തെ മനുഷ്യന്റെ നിയമം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അവൻ വിശ്വാസിയാണോ? അവൻ വിശ്വാസിയാണോ? അതുകൊണ്ടെല്ലാം തീരുമെന്ന് വിചാരിക്കുന്നുവോ? വഖഫ് അല്ലാഹുവിന്റെ നിയമമാണ്. നരേന്ദ്രമോദി കുറച്ച് വോട്ടുകളുടെ ബലത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചുട്ടെടുത്തതല്ലാതെ ഞങ്ങൾ ഭയപ്പെടുകയോ? എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയം? നിങ്ങൾക്കാണ്. RSSകാരാ നിങ്ങൾക്കാണ്. ധ്രുവരാത്രി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഇന്റർനെറ്റും ഒരു ഫോണും കൊണ്ട് കളിക്കുന്ന പരാക്രമത്തിന്റെ മുന്നിൽ മുട്ടുപറച്ചു പോകുന്നവരാ നിങ്ങൾ. നിങ്ങൾക്ക് ബ്ലോഗേഴ്സിനെ പേടിയാണ്, നിങ്ങൾക്ക് വ്ളോഗേഴ്സിനെ പേടിയാണ്. മലയാളത്തിലെ ഒരു കമേഴ്സ്യൽ സിനിമ എമ്പുരാൻ ഇറങ്ങുമ്പോഴേക്ക് മുട്ടുപറക്കുന്ന RSSകാരാ. ഒരു കമേഴ്സ്യൽ സിനിമ, ഒരു സാധാ സിനിമ, ആ സിനിമ ഇറങ്ങുമ്പോഴേക്ക് മുട്ടുപറച്ചു പോകുന്ന RSSകാരനാണോ ഞങ്ങൾക്ക് ഭയമുണ്ടെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് പറയുന്നത്? കള്ളക്കടത്തും തെറ്റായ പടിയിൽ സമ്പാദിച്ചും ഉണ്ടാക്കിയവന് ഭയമുണ്ടാവും. അവൻ കീഴ്പ്പെട്ട് കൊടുത്തേക്കാം, അവൻ കീഴ്പ്പെട്ട് കൊടുത്തേക്കാം. നിന്റെ ഈടിയെ ഭയപ്പെട്ടേക്കാം. ആ ഭയം നിനക്ക് രാഹുലിന്റെ മുഖത്ത് കാണാൻ കഴിയില്ല. ആ ഭയം ഇന്ത്യയിലെ പാർലമെന്റിൽ വോട്ട് ചെയ്ത ഒരു MP-യുടെ മുഖത്ത് നിനക്ക് കാണാൻ കഴിയില്ല. എത്ര പേർ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്റെ കയ്യിൽ ആയുധമുണ്ടല്ലോ. ഇപ്പൊ ഫോണിൽ ഒരു സാധനം വരുന്നുണ്ട്. ഫോണ് വിളിച്ചാൽ, അത്യാവശ്യമായിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ അപ്പോൾ പറയും സോഷ്യൽ മീഡിയ വഴിയോ തട്ടിപ്പ് വഴിയോ നിങ്ങളുടെ. എന്നാ വെച്ചാല് ഇവരൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ നേരിട്ട് തന്നെ വരുന്നുണ്ടെന്നാണ്. അതാണ്. ഇതിലൊന്നും നിങ്ങൾ വീണുപോകരുത്, ഇതിലൊന്നും നിങ്ങൾ വീണുപോകരുത്. നിങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ ED പറഞ്ഞു വിടുന്നുണ്ട്, ഞങ്ങൾ SFIO പറഞ്ഞു വിടുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലുള്ള ഏജൻസികളെ പറഞ്ഞു വിടുന്നുണ്ട്. അതാണ് ഫോണിലെ മുന്നറിയിപ്പ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ തടിച്ചുകൂടിയവരുടെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇതോടുകൂടി വഖഫിന്റെ മുകളിൽ കൈവെക്കാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. ഈ കേരളത്തിന്റെ മണ്ണിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിന്റെ കീഴിൽ ഒരുമിച്ച് നിൽക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവരോടൊക്കെ ഞാൻ പറയട്ടെ, ഒരു തരി വഖഫ് പോലും അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിച്ചു നിർത്താൻ ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ഇവിടെ മുർഷിദാബാദ് ഉണ്ടാവില്ല, ഇവിടെ ബംഗാൾ ഉണ്ടാവില്ല. മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു കലാപവും ഉണ്ടാവാതെ ഇതിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം. ഒരു കാര്യം കൂടെ ഓർത്തോളൂ, പിറകിൽ നിന്ന് കളിക്കുന്നവർ 100 കൊല്ലം സർവായുധ വിഭൂഷിതരായി ഞങ്ങളെ ഭയപ്പെടുത്താൻ വന്ന RSSകാരനെ ഞങ്ങൾ പേടിച്ചിട്ടില്ല. എന്നിട്ടാണോ സംഘ് പരിവാർ അപ്പിയിട്ട ഈ ചാണകം കാസയെ ഞങ്ങൾ പേടിക്കും? സംഘ് പരിവാർ അപ്പിട്ട വെറും ചാണകമാണ് ഈ കാസ. നിങ്ങളെയാണോ ഞങ്ങൾ പേടിക്കുന്നത്? സമുദായത്തിനിടയിൽ യഥാർത്ഥത്തിൽ അവരെ നിരോധിക്കുകയാണ് ഈ രാജ്യത്ത് വേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്നേഹമുള്ളവരെ, ഇന്ന് കോടതിയിൽ കണ്ടില്ലേ നിങ്ങൾ? എത്ര മനോഹരമായിട്ടാണ് കോടതിയിൽ ആ ജഡ്ജ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എത്ര ഗംഭീരമായി. ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറൽ പറയുകയാണ്, വിധി കേൾക്കാൻ അല്ലെങ്കിൽ വിധി പറയാനിരിക്കുന്ന 3 ജഡ്ജിമാരും ഹിന്ദുക്കളാണ്. സഞ്ജീവ് ഖന്ന പറയുന്ന ഒരു കാര്യം എന്താ കേട്ടോ നിങ്ങൾ? അയാൾ പറയാണ്, വിധി കേൾക്കാനിരിക്കുമ്പോൾ അവന് മതമുണ്ടാവില്ല. സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ പാർലമെന്റിൽ, ഇന്ത്യയുടെ കോടതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വളരെ സൗമ്യനായി വാദം കേൾക്കുന്ന ഒരു ജഡ്ജാണ്. ഇന്ന് തുടക്കം മുതൽ അദ്ദേഹം വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നത്. മുനമ്പത്തെ കുറിച്ച് ബഹുമാന്യനായ തങ്ങൾ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, എല്ലാ നേതാക്കളും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, 2A എന്ന് പറയുന്ന വകുപ്പ് ഇതിനകത്ത് കൊണ്ടുവന്നത് മുനമ്പത്തിനു വേണ്ടിയാണെന്ന് കളവ് പറഞ്ഞവരോട് ഇന്ന് സുപ്രീം കോടതിയുടെ വാദത്തിനിടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് എന്തെന്നറിയുമോ? അബദ്ധവശാൽ അത് കയറിയതാണ്. നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്?
ഞാൻ എല്ലാവരോടും പറയട്ടെ, എന്റെ സ്നേഹമുള്ളവരോട്, സൗഹൃദത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ പാർലമെന്റ് നമുക്ക് കാണിച്ച ഈ മഹോന്നതമായ ഒരു രാഷ്ട്രീയ മാതൃകയുണ്ട്. ആ മാതൃക ചെറുതല്ല. ആരോടും തർക്കിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയല്ല, ആരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഈ രാജ്യത്തെ, നാളെ ഇതുപോലെ ഒരു സമുദായം ഈ രാജ്യത്തിന്റെ തെരുവിൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുമ്പോ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇറങ്ങി പുറപ്പെടാൻ കഴിയുമാറ് നമുക്ക് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.